അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മീനുകൊണ്ട് നല്ലൊരു സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. സ്റ്റൂവിനെ പറ്റി നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ചിക്കൻ സ്റ്റൂ, മട്ടൺ സ്റ്റൂ ഒക്കെ പോലെ തന്നെ അധികം എരിവും പുളിയൊന്നും ഇല്ലാതെ തന്നെ നല്ല ഫ്ലേവർ ഉള്ളൊരു കറിയാണ്. ഇതെൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയും കൂടിയാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൊരു സൂപ്പർ സിമ്പിൾ ടേസ്റ്റി കറി. അപ്പോൾ നമ്മളിന്ന് മീനുകൊണ്ട് നല്ലൊരു സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്, കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഒന്ന് വേഗം നോക്കിയിട്ട് നമുക്ക് തുടങ്ങാം. നമുക്കൊരു 4-5 ചുവന്നുള്ളി വേണം. പിന്നെ ഞാൻ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത നല്ല പഴുത്ത തക്കാളിയാണ്. പിന്നെ ഒരു 4 പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഒരു ചെറിയ കഷ്ണം വാളംപൊടി ഉണ്ടല്ലോ, അത് കഴുകിയിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കുതിർന്ന് കിട്ടണം. പിന്നെ ഏകദേശം ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനാണ്. ഞാനിതിൻ്റെ കൂടെ കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം. അതുകൊണ്ടാണ്, നിങ്ങളുടെ കയ്യിൽ നല്ല പച്ച തേങ്ങ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, നല്ല തേങ്ങാപ്പാൽ കിട്ടും. തേങ്ങാപ്പാലാണ് ഈ കറീൻ്റെ ഒരു മെയിൻ ഫ്ലേവർ. പിന്നെ നല്ല ഫിഷും. അപ്പോൾ തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചിട്ട് പാലെടുത്തിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ള പാലാണ്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാലെടുത്തതാണിത്. പിന്നെ അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ള 2ാം പാലാണിത്. ഇത് കട്ടിയില്ലാത്ത പാലാണ്. പിന്നെ നമ്മുടെ മീൻ അയക്കോറാണ് എടുത്തിട്ടുള്ളത്. ഒരു 3-4 പീസ് ഉണ്ട്. ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. നല്ല കട്ടിയുള്ള ദശകട്ടിയുള്ള മീൻ എടുക്കാം, അല്ലെങ്കിൽ നല്ല അയല എടുക്കാം. നല്ല വലിയ അയല എടുത്തിട്ട് ഈ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മളെ ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചുവന്നുള്ളി ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാണ്. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉലുവ, അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഉലുവ കരിഞ്ഞു പോകണ്ട. ഇതിപ്പോൾ അധികം പുളിയില്ലാത്ത നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ല പുളിയുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു അര തക്കാളി മതി. നമ്മളെ കറിക്ക് അധികം പുളീൻ്റെ ആവശ്യമില്ല. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് താളിച്ചെടുക്കാം. നമ്മളെ തക്കാളിയും നന്നായിട്ട് താളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഞാനിത് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ കറിക്ക് അധികം പുളി ഇല്ലാത്തൊരു കറിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് പുളി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ മുളക് പൊടിൻ്റെ ഒക്കെ ഒരു പച്ചക്കുത്തൊക്കെ മാറിക്കിട്ടും. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ടു ലോയിൽ വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കറി വറ്റിപ്പോവും. നന്നായിട്ട് തിളക്കണുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള 2ാം പാലുണ്ടല്ലോ, നന്നായിട്ട് വെള്ളം ചേർത്ത് അടിച്ചിട്ടുള്ള പാലാണിത്, അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ, എന്നിട്ട് ഇതിലേക്ക് മീൻ ചേർക്കാം.
അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങളും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളച്ചിട്ട് ഒന്ന് പകുതി വേവാകുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മളെ കറി നന്നായിട്ട് തിളക്കുന്നുണ്ട്. മീനൊക്കെ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മീനിൻ്റെ കഷ്ണങ്ങളെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതും വലുതൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ. ചിലർക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കണമായിരിക്കും ഇഷ്ടം. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ അതാ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളപ്പിച്ച് ആ മീനൊക്കെ വേവണം, നല്ലോണം വേവിച്ചെടുക്കണം. ഇതാ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ മീനൊക്കെ നല്ലോണം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാലുണ്ടല്ലോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ കണ്ടോ, ഇപ്പം അങ്ങനെ ചെറുതായിട്ട് തിള വരുന്നത് ഇത്രയും മതി. ഇനി നമ്മളിത് ഓഫ് ചെയ്യാം. നമ്മൾ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അധികം തിളപ്പിക്കരുത്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. നമ്മളെ നാടൻ കറിക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇനി ഒരു 10-20 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുക. അപ്പോഴാണ് കറീൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. ഇതാ അപ്പോൾ നമ്മളെ മീൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കറീൻ്റെ ഒരു കളറ് കണ്ടോ, ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ്. ക്യാമറയിൽ എത്ര കറക്റ്റായിട്ട് കിട്ടേണ്ടത് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ഒരു തിക്നെസ് നോക്കാം. നല്ല ഗ്രേവി ഉള്ളൊരു കറിയാണ്. ഇതാ ഈ ഒരു തിക്നെസ്സാണ് ഉണ്ടാവുക. കാണുമ്പോൾ ഒരു സിമ്പിൾ കറിയാണ്. നിങ്ങൾ വിചാരിക്കും എരിവില്ല, പുളിയില്ല, മസാല ഇല്ല എന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും ആ തേങ്ങാപ്പാലിൻ്റെ പിന്നെ ആ മീനിൻ്റെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരിയ പത്തിരി പിന്നെ കൈപ്പത്തിരി അതൊക്കെയാണ്. നമ്മൾ അരി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന പത്തിരികളൊക്കെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷന്. പക്ഷേ ഇപ്പോൾ ഞാൻ നമ്മൾ കണ്ണച്ചപത്തിരിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. കണ്ണച്ചപത്തിരിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഏത് കറീൻ്റെ കൂടെ മാച്ച് ആവണം നമ്മളെ പത്തിരിയാണ്. പിന്നെ ഇതിലെടുത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സും ഒക്കെ ഒരു ഏകദേശ കണക്കിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെടുക്കുമ്പോൾ നിങ്ങളെടുക്കുന്ന തക്കാളിൻ്റെ, പച്ചമുളകിൻ്റെ, പുളിൻ്റെ ഒക്കെ എരിവും പുളിയൊക്കെ അനുസരിച്ചിട്ട് ഇതിൽ മാറ്റം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എരിവും പുളിയും അധികം ആവാതെ നോക്കാം. ഇത് ഞാൻ ആവോലി കൊണ്ട് സ്റ്റൂ ഉണ്ടാക്കിയപ്പോൾ എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ആയിരുന്നു. ഇതിൻ്റെ കൂടെ കൈപ്പത്തിരിയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ അത്ര നന്നായില്ലെങ്കിലും നല്ല ഉഷാറ് ഫോട്ടോ കിട്ടി. അപ്പോൾ ഇതും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.